बुजुर्गों और दोस्तों, हमारा अकीदा अगर मजबूत नहीं होगा, क्या होगा फिर? अल्लाह के गजब हमारे से ताल्लुक रखेगा। बुजुर्गों, अल्लाह का गजब हमसे जुड़ जाएगा, अल्लाह हमसे नाराज हो जाएगा। दुनिया में हर किसी को नाराज करो, कोई मसला नहीं है, अल्लाह की नाराजगी मत अपनाओ। मुहम्मदुर रसूलुल्लाह हमसे नाराज ना हो, ये अगर हमारी कैफियत अगर रहेगी, अल्लाह हम पर फजल फरमाएगा। हमारे अकीदों की इस्लाह करना हमारे लिए जरूरी है। आज दुनिया का मामला देखे, आज हर कोई अमल की तरफ। अरे अकीदा जो सबसे पहली बुनियाद है, आज उस बुनियाद को छोड़कर हम अमल की तरफ दावत दे रहे हैं। अकीदे को अपनाओ, अकीदा दुरुस्त करो अपना। हम अल्लाह के फजल व करम से हम अहले तरीक है, हम भी अपने अकीदे को जिस तरह हमारे शयूख का अकीदा है, हम भी अपने अकीदे को उस तरह अपना अकीदा बनाना। जिस तरह गौसुल आजम का अकीदा है, जिस तरह ख्वाजा मुईनुद्दीन चिश्ती अजमेरी का अकीदा है, या जिस तरह हमारे शयूख का अकीदा है, जिस तरह मुहम्मदुर रसूलुल्लाह का अकीदा है, अगर उस तरह हमारा अकीदा बनेगा तब कहीं हम कामयाब, वरना हम नाकाम। अल्लाह हमारी हिफाजत फरमाए। अगर हमारे अकीदों की हम अगर इस्लाह नहीं करेंगे, याद रखना हम तो चले जाएंगे, लेकिन एक वक्त आने वाला है, हमारी औलाद, आज जो हमारा नाम मुसलमानों का है, एक वक्त आने वाला है हमारी औलाद का नाम भी मुसलमानों का नहीं होगा, हमारी औलाद का नाम भी मुसलमानों का नहीं होगा। वो वक्त भी आ रहा है। अल्लाह ताला हमारी और हमारी औलाद की कुंबे कबीले की हिफाजत फरमाए। ബഹുമാനികളെ, നാം അഥവാ നമ്മുടെ വിശ്വാസങ്ങളെ ശരിയാക്കാൻ തയ്യാറായില്ല എങ്കിൽ പിന്നെ നാം അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരാകേണ്ടി വരും, അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രീഭൂതരാകേണ്ടി വരും. നമ്മൾ ആരുടെ വെറുപ്പും ആരുടെ കോപവും നമുക്ക് സഹിക്കാൻ തയ്യാറാകാം, നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ നാം ഒരിക്കലും അള്ളാഹുവിന്റെ കോപത്തിന് വേദിയായി മാറരുത്. അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മിലുണ്ടാകേണ്ട വിശ്വാസകാര്യമേതോ ആ വിശ്വാസങ്ങൾ ശരിക്കും നാം നേടിയെടുക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകളെ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. എല്ലാവരുടെ നാവിൽ മുമ്പിലുമുള്ള ചർച്ച എന്താണ്? അമല് നന്നാക്കുക, പ്രവർത്തനം നന്നാക്കുക, നടപടി നന്നാക്കുക. ഈ അമല് എന്നുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങളും നന്നാക്കുന്നതിലേക്ക് മാത്രമാണ് ജനങ്ങളെ ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രാധാന്യവും മഹത്വവുമാണ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമലുകൾ ആവശ്യമില്ല എന്നല്ല, അമലിന്റെ പ്രാധാന്യം അതിന്റെ സ്ഥാനത്ത്. പക്ഷേ ഈ അമലുകളൊക്കെ അർഹിക്കുന്ന സ്ഥാനമുള്ളതായി മാറണമെങ്കിൽ ഒന്നാമതായി ഉണ്ടാവേണ്ടത് വിശ്വാസമാണ്, അഖീദയാണ്. ഈ അഖീദയുടെ കാര്യത്തിലാണ് നാം ഒന്നാമതായി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. നമ്മുടെ വിശ്വാസങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കളായ ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹുവിന്റെ അഖീദ എങ്ങനെയായിരുന്നോ അതുപോലെ നമ്മുടെ അഖീദയായി മാറണം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസവും അഖീദയും എങ്ങനെയായിരുന്നോ അതുപോലെയുള്ള ഉറച്ച അഖീദയുടെ വക്താക്കളായി നാം മാറുകയാണ് ഒന്നാമതായി വേണ്ടത്. നാം ഇന്ന് അഥവാ അഖീദയുടെ കാര്യത്തിൽ വിശ്വാസ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാതെ നമ്മുടെ ഇന്നത്തെ ഈ നിലപാടിൽ തന്നെയുള്ള ഒരു മതപരമായ ചിട്ടയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കണ്ടറിയാൻ സാധിക്കും, നമ്മളൊക്കെ ഇന്ന് അൽഹംദുലില്ലാഹ് മുസ്ലിമീങ്ങളാണ്, നമ്മുടെ നാമവും മുസ്ലിമീങ്ങളുടേതാണ്. പക്ഷേ ലോകം ഏതൊരു വേദിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നോ, ഏതൊരു അക്രമവും അനീതിയും ഏതൊരു അച്ചടക്ക ലംഘനവും ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ വെളിച്ചത്തിലൂടെ മുന്നേറുന്ന നമ്മുടെ സന്താന പരമ്പര നാം അഥവാ ഈ വിശ്വാസ കാര്യങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ പരിശ്രമിച്ചില്ല എങ്കിൽ, ഈ മഹാന്മാരുടെ വിശ്വാസം പകർന്നു കൊടുക്കാൻ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ വരും തലമുറയുടെ പേരുപോലും മുസൽമാന്റേതായി മാറുകയില്ല എന്ന് നാം ഒക്കെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെയും നമ്മുടെ വരും തലമുറകളെയും ഇസ്ലാമികമായ ഈ വഴിയിൽ, ഈ സരണിയിൽ, അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നാം ഇന്ന് അധ്വാനിക്കുന്ന ഈ രീതി മതിയായതല്ല. നമ്മുടെ വിശ്വാസ കാര്യങ്ങളേതോ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ സ്വീകരിച്ച ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുന്ന മാർഗത്തിലൂടെ മുന്നേറൽ അനിവാര്യമായി വരുന്നതാണ്.